നമസ്കാരം. കീ ടു വിൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 കേരള PSC ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കേരള PSC ഇപ്പോൾ ഒരുപാട് മുൻകാല ചോദ്യങ്ങൾ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇനിയും എക്സാംസിന് ആവർത്തിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അങ്ങനെ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഏത് പുസ്തകമാണ് ദുരന്തമുണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിവരിക്കുന്നത്? ഉത്തരം ഓറഞ്ച് ബുക്ക്. അടുത്ത ചോദ്യം, 2024 ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക പ്രാദേശിക ഗ്രാമീണ ബാങ്ക് ഏത്? ഉത്തരം കേരള ഗ്രാമീൺ ബാങ്ക്. അടുത്ത ചോദ്യം, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന കൃതി രചിച്ചത് ഡോക്ടർ അരുൺ ബി നായർ. അടുത്ത ചോദ്യം, വി ഷിനിലാലിൻ്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കഥയിൽ സൂചിതമായ ചരിത്ര പുരുഷന്മാർ ആരെല്ലാം? ഉത്തരം കുമാരനാശാൻ, ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, അധ്യാപക കഥകൾ എന്ന കൃതി രചിച്ചതാര്? ഉത്തരം അക്ബർ കക്കട്ടിൽ. അടുത്ത ചോദ്യം, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഉത്തരം ചിത്രശലഭം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സസ് നാച്ചുറൽ പാർക്ക്? ഉത്തരം നിലമ്പൂർ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ തേയിലത്തോട്ടങ്ങളിൽ ഏറ്റവും അനുയോജ്യമായ തണൽ വൃക്ഷ ഇനം? ഉത്തരം ഗ്രേവില്ല റോബസ്റ്റ. അടുത്ത ചോദ്യം, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം? പറമ്പിക്കുളം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാഡമിയും പാർക്കും നിലവിൽ വരുന്നത്? ഉത്തരം ശാസ്താംപാറ. അടുത്ത ചോദ്യം, രാജ്യത്താദ്യമായി വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനായി അയച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏത്? ഉത്തരം പുല്ലമ്പാറ പഞ്ചായത്ത്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ടവിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ? ഉത്തരം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? ഉത്തരം ബോൾഗാട്ടി. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി സ്ഥാപിതമായ ജില്ല ഏത്? ഉത്തരം കൊല്ലം ജില്ല. അടുത്ത ചോദ്യം, കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ആനയറ. അടുത്ത ചോദ്യം, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ചെയർമാൻ ആരാണ്? ഉത്തരം ഡോക്ടർ ബിവീഷ് UC. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരം കേരള സർക്കാർ 1ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് പ്രവേശനത്തിന് എത്ര വയസ്സാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഉത്തരം 6 വയസ്സ്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് എന്താണ്? ഉത്തരം E-Cube.
അടുത്ത ചോദ്യം, 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമകോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ഉത്തരം വാമനപുരം നിയോജക മണ്ഡലം. ഇത്രയുമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് തീർച്ചയായും വരുന്ന പരീക്ഷകളിൽ ചോദിച്ചേക്കാം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്